നമസ്കാരം. ഏബിളിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് GST ഓഡിറ്റുമായി ബന്ധപ്പെട്ട കാര്യമാണ്. GSTയിൽ രജിസ്ട്രേഷൻ എടുത്ത വ്യക്തികളെ അതാത് സമയങ്ങളിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥർ വന്ന് ഓഡിറ്റ് ചെയ്ത് അവർ ടാക്സ് അടയ്ക്കുന്നതിൽ വീഴ്ച വന്നിട്ടുണ്ടോ, ടേൺ ഓവർ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടല്ലോ, ക്ലാസിഫിക്കേഷൻ ശരിയാണോ, ടാക്സ് റേറ്റ് ശരിയാണോ ഉപയോഗിക്കുന്നത്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുത്തതിൽ വല്ല തെറ്റുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യാനും അതിൽ തെറ്റുകളുണ്ടെങ്കിൽ അത് ടാക്സ് പെയർക്ക് പറഞ്ഞു കൊടുത്ത് അയാളെ കൊണ്ട് അത് ശരിയാക്കി ഫ്യൂച്ചറിൽ അത് ശരിയാക്കി ചെയ്യാനൊക്കെയുള്ള സൗകര്യം കിട്ടുന്ന ഒരു പ്രൊവിഷനാണ് GST ഓഡിറ്റ്. സെക്ഷൻ 65 CGST ആക്ടിൻ്റെ സെക്ഷൻ 65 പറഞ്ഞിട്ടുള്ളത് ഗവൺമെൻറ്റിന്, അതായത് GST ഡിപ്പാർട്ട്മെൻറ്റിന് ടാക്സ് പെയറുടെ സ്ഥലത്ത് പോയി അയാളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ വെരിഫൈ ചെയ്ത് ഇങ്ങനെ ഓഡിറ്റ് ചെയ്യാം. അപ്പോൾ അതുവഴി ടാക്സ് പെയർക്ക് കിട്ടുന്ന ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാത് സമയങ്ങളിൽ ഇവർ ഓഡിറ്റ് ചെയ്യുന്നത് കൊണ്ട് ടാക്സ് പെയറുടെ ഭാഗത്തു നിന്ന് വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ അത് റെക്ടിഫൈ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുന്നു. മാത്രമല്ല ഫ്യൂച്ചറിൽ ഈ മിസ്റ്റേക്ക് കണ്ടിന്യൂ ചെയ്യുന്നില്ല. അതുവഴി ടാക്സ് പെയർക്ക് ഒരുപാട് ഗുണം കിട്ടുന്നുണ്ട്. ഇനി ഗവൺമെൻറ്റിനുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സ് പെയറുടെ അവിടെ പോയി ഇത് വെരിഫൈ ചെയ്തിട്ടുള്ളത് കൊണ്ട് ആ വർഷം വന്നിട്ടുള്ള മിസ്റ്റേക്കുകൾ കണ്ടെത്താനും ഇനി ഫ്യൂച്ചറിൽ ആ മിസ്റ്റേക്ക് വരാതിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ടാക്സ് റവന്യൂ പടിപടിയായി കൂടും. അപ്പോൾ ഇതൊരു വളരെ നല്ലൊരു പ്രൊവിഷനാണ്. പക്ഷേ നിലവിലിപ്പോൾ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാത് സമയങ്ങളിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഡിറ്റിന് പോകുന്നില്ല. ഗവൺമെൻറ്റിന് നോട്ടീസ് ഇഷ്യൂ ചെയ്യാനുള്ള ടൈം ലിമിറ്റ് ആവാറാവുമ്പോഴാണ് ഈ ഓഡിറ്റിനെ പറ്റി ചിന്തിക്കുന്നത്. എന്നിട്ട് ഓഡിറ്റിന് പോവുകയാണ് ചെയ്യുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ 17-18 ഫൈനാൻഷ്യൽ ഇയറിൻ്റെ ഓഡിറ്റൊക്കെയാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? ഇങ്ങനെ ഓഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടാക്സ് പെയർക്ക് ഇത് വലിയ ബാധ്യത വരുത്തും. കാരണം ഇയാളുടെ കണക്ക് 7 കൊല്ലം മുന്നത്തെ ഒരു ലൈബിലിറ്റി ഉണ്ടെന്ന് ഇപ്പോൾ ഓഫീസർ കണ്ടെത്തിയാൽ ഈ 7 കൊല്ലത്തെ ഇൻട്രസ്റ്റും പെനാൽറ്റികൾ അടക്കേണ്ടി വരില്ലേ? ടാക്സ്, ഇൻട്രസ്റ്റ്, പെനാൽറ്റി. അപ്പോൾ അത് വലിയ ബാധ്യത അയാൾക്ക് കൊണ്ടുവരും. മാത്രമല്ല ഈ ഓഡിറ്റ് എന്ന് പറയുന്നതിൻ്റെ പർപ്പസ് സെർവ് ചെയ്യുന്നില്ല. ഇനി ഗവൺമെൻറ്റിനുള്ള നഷ്ടം എന്താണ്? ഈ 7 കൊല്ലത്തെ കണക്ക് വെരിഫൈ ചെയ്യാതെ ഇപ്പോൾ പോയി പഴയ കൊല്ലത്തെ വെരിഫൈ ചെയ്യുമ്പോൾ ഈ ടാക്സ് പെയർ ഈ പൈസയൊന്നും അടക്കില്ല. അത് കേസ് കൂട്ടായിട്ട് നടക്കുകയുള്ളൂ. അപ്പോൾ ഗവൺമെൻറ്റിന് അതാത് സമയങ്ങളിൽ കിട്ടേണ്ട പൈസ കിട്ടുകയുമില്ല. ടാക്സ് പെയർക്ക് ഇതുകൊണ്ട് യാതൊരു ഗുണവുമില്ല. അയാൾ വലിയ പ്രശ്നത്തിൽ പോയി. അപ്പോൾ ഓഡിറ്റ് എന്ന് പറയുന്നത് അതാത് കൊല്ലം തന്നെ നടന്നു പോകേണ്ട ഒരു കാര്യമാണ്. എന്നാലാണ് ഈ ഓഡിറ്റ് എന്ന് പറയുന്നതിൻ്റെ ലക്ഷ്യം നേടുന്നുള്ളൂ. ഇപ്പം നിലവിൽ നടക്കുന്നത് അത് ശരിയായിട്ടുള്ള രീതിയിലല്ല, വേണ്ട സമയത്ത് ഇതൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതുവഴി ടാക്സ് പെയറും ബുദ്ധിമുട്ടുന്നു, ഗവൺമെൻറ്റിന് നഷ്ടവും വരുന്നു. ഇനി ഇതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് GST നിയമം അനുസരിച്ചിട്ട് ഓഡിറ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ ആ വ്യക്തിയുടെ രജിസ്ട്രേഷൻ നിലനിൽക്കുന്നുണ്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ രജിസ്ട്രേഷൻ ഇപ്പോൾ ഉള്ള ഒരു വ്യക്തിയുടെ കണക്ക് മാത്രമേ ഡിപ്പാർട്ട്മെൻറ്റ് ഓഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ 17-18 ഒരാൾക്ക് രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു. അയാൾ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ക്യാൻസൽ ചെയ്ത് പോയാൽ ഇപ്പോൾ ഇനി പഴയ 17-18 കണക്കൊന്നും ഓഡിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം രജിസ്ട്രേഡ് വ്യക്തിയുടെ കണക്കുകൾ മാത്രമേ ഓഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ വ്യക്തിക്ക് രജിസ്ട്രേഷൻ ഉണ്ടോ? ഇല്ല. പണ്ട് രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു, അതുകൊണ്ട് പഴയ കണക്ക് ഓഡിറ്റ് ചെയ്യാൻ ഇപ്പോൾ പറ്റുമോ? ഇല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഓഡിറ്റ് ചെയ്യണമെങ്കിൽ ആ ടാക്സ് പെയറുടെ രജിസ്ട്രേഷൻ നിലനിൽക്കണം. ഇപ്പോഴുള്ള അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൻ്റെ സ്ഥിതി നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ ഏകദേശം 4,16,000 ടാക്സ് പെയേഴ്സാണ് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്നത്. 4,16,000. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മാസം ഏകദേശം 2,500 രജിസ്ട്രേഷനുകൾ ക്യാൻസൽ ചെയ്ത് പോകുന്നുണ്ട് GSTയിൽ, കേരളത്തിൽ മാത്രം. അങ്ങനെ വരുമ്പോൾ ഈ കഴിഞ്ഞ, അതായത് ജൂലൈ 17 മുതൽ ഇതുവരെയുള്ള കാലയളവിൽ ഏകദേശം ഒരു 2-2.5 ലക്ഷം ടാക്സ് പേയേഴ്സ് ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞു. അങ്ങനെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു പോയ വ്യക്തികളുടെ കണക്ക് ഓഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും എന്തുകൊണ്ടാണ് പല കാരണങ്ങൾ കൊണ്ടായിരിക്കും രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്ത് പോകുന്നത്. ഇവേഷൻ ഉള്ളവരുണ്ടാവും, ചില ബിസിനസ് ക്ലോസ് ചെയ്ത് പോയതായിരിക്കും, പല കാരണങ്ങളായിരിക്കാം. അപ്പോൾ ഇത്രയും വലിയ ഒരു ടാക്സ് പെയറെ, അതായത് 2,50,000 ടാക്സ് പെയറെ വെരിഫൈ ചെയ്യാനും വേണ്ടതായിട്ടുള്ള കരുതലെടുക്കാനുള്ള ശ്രമം നടന്നില്ല. ആ അവസരം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. അപ്പോൾ GST നിയമത്തിൽ ഈ സെക്ഷൻ 65 GST തുടങ്ങുന്ന സമയത്ത് തന്നെ ഉള്ളതാണ്. അതായത് 7 കൊല്ലം മുമ്പേ ഉള്ളൊരു പ്രൊവിഷനാണത്. എന്നിട്ട് ഇപ്പോഴാണ് ഓഡിറ്റ് ചെയ്യുന്നത്. ഇനി ഇപ്പോൾ 2 കാര്യം ഞാൻ പറഞ്ഞു. ഇനി മൂന്നാമത്തെ കാര്യം, GST ഡിപ്പാർട്ട്മെൻറ്റ് ഓഡിറ്റിന് ചെല്ലുമ്പോൾ ടാക്സ് പെയറുടെ അവസ്ഥ എന്താ വെച്ച് കഴിഞ്ഞാൽ പല സ്ഥാപനങ്ങളിലും കണക്കുമില്ല, ഒന്നുമില്ല. കാരണം എന്താ? ഈ GST വന്ന് ആ തലവേദന കഴിഞ്ഞപ്പോൾ പ്രളയം വന്നു, അത് കഴിഞ്ഞിട്ട് കോവിഡ് വന്നു.
അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു കണക്കിന് ടാക്സ് പെയർ കഷ്ടപ്പെട്ട് പിടിച്ചു നിൽക്കുകയാണ്. ആ സമയത്താണ് ഡിപ്പാർട്ട്മെൻറ്റ് 17-18 കണക്ക് ഏതാണെന്ന് ചോദിച്ചു വരുന്നത്. ആ വർഷത്തിൻ്റെ കണക്കിൻ്റെ കുഴപ്പം എന്താണ്? ഒന്നുകിൽ അയാളുടെ കണക്ക് നഷ്ടപ്പെട്ടുണ്ടാവും, ചിലപ്പോൾ സോഫ്റ്റ്വെയർ വേറെ സോഫ്റ്റ്വെയർ ആയിരിക്കും, ആ സോഫ്റ്റ്വെയർ മാറിപ്പോയിട്ടുണ്ടായിരിക്കും, അന്നത്തെ അക്കൗണ്ടൻറ്റ് മാറിപ്പോയിട്ടുണ്ടാവും, ആ കാര്യങ്ങൾ നോക്കിയിരുന്ന ആൾ മാറിപ്പോയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള പല പല കാരണങ്ങളാൽ ഈ ഡാറ്റ കിട്ടില്ല. പല ഡാറ്റയും കമ്പ്യൂട്ടർ അടിച്ചു പോയിട്ടുണ്ടായിരിക്കും. 7 കൊല്ലം 8 കൊല്ലം കഴിഞ്ഞിട്ട് ഈ ഡാറ്റ വേണമെന്ന് പറയുന്നതിൻ്റെ യുക്തിയാണ് മനസ്സിലാവാത്തത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ള ഒരു ഗുരുതരമായ വീഴ്ചയാണ്. എത്രയോ റവന്യൂ ഇപ്പോൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ എന്താണ് ആരാണ് ഇതിന് ഉത്തരവാദികൾ? എന്തായാലും ടാക്സ് പെയർ അല്ല. അപ്പോൾ ഇനി അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കാനുള്ള നടപടികൾ വേണം. ഓഡിറ്റ് അതാത് സമയങ്ങളിൽ നടക്കണം. ഇപ്പോൾ നമ്മളിരിക്കുന്നത് 24-25 ഫിനാൻഷ്യൽ ഇയറിലാണ്. അപ്പോൾ ഈ വർഷത്തെ കണക്ക് മിനിമം അടുത്ത കൊല്ലെങ്കിലും ഓഡിറ്റ് ചെയ്യണം. എന്നാലാണ് ഒരു മിസ്റ്റേക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇപ്പം നിലവിൽ നടക്കുന്നത് ഇതിൻ്റെ ടോട്ടൽ വയലേഷനാണ്. അത് നിയമപരമായിട്ട് അത് ശരിക്കും ചെയ്യുന്നത് തന്നെ തെറ്റാണ്. കാരണം 7 കൊല്ലം കഴിഞ്ഞിട്ട് കണക്ക് ഓഡിറ്റ് ചെയ്തിട്ട് എന്തിനാണ്? പർപ്പസ് സെർവ് ചെയ്യുന്നില്ല. ഒരുപാട് രജിസ്ട്രേഷനുകൾ ക്യാൻസൽ ചെയ്തു പോയി. അവരെ ഓഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ പല ആൾക്കാരും ഈ വേഷം ചെയ്യുന്ന ആൾക്കാരാണ് ഈ ക്യാൻസൽ ചെയ്ത് പോകേണ്ടത്. ചിലരൊക്കെ അവരിന് വെരിഫൈ ചെയ്യാൻ പറ്റുമോ? അതൊക്കെ പോയില്ലേ? അപ്പോൾ കേരളത്തിൻ്റെ ടാക്സ് റവന്യൂവിനെ പറ്റി നോക്കുവാണെങ്കിൽ റിപ്പോർട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ടാക്സ് റവന്യൂ 3, 4, 5% ഗ്രോത്ത് ഉള്ളൂ. ഓൾ ഇന്ത്യ 12, 13, 15% ഗ്രോത്ത് ഉള്ളപ്പോഴാണ് നമ്മൾ 2, 3, 4 നടക്കുന്നത്. കാരണം കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ ഗുരുതരമാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഗുരുതരമാണ് എന്ന് പറയുന്നതിനൊപ്പം തന്നെ അവസരങ്ങൾ ഉപയോഗിക്കുന്നുമില്ല എന്നുള്ളതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള കാര്യം. അപ്പോൾ ഇതൊക്കെ എൻ്റെ മനസ്സിലുള്ള ചില കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്തെന്ന് മാത്രം. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. നന്ദി.